ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. സാലി സാഹിബ് തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്നാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ പ്രിൻ്റഡ് ലൈസൻസ് കിട്ടേണ്ട ആളുകളുണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ ID മാത്രം കിട്ടുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഈ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് കുവൈറ്റിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇറങ്ങിയ മിനിസ്ട്രിയുടെ ഏറ്റവും MOA ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ലൈസൻസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഒരാളുടെ ലൈസൻസ് പുതുക്കുന്നതും ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്യുന്നതും ഈ രണ്ട് കാര്യങ്ങൾക്കും ഇനി മുതൽ പ്രിൻ്റഡ് രൂപത്തിലുള്ള ലൈസൻസുകൾ ലഭിക്കില്ല. അത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതാണ്. മിനിസ്ട്രി ഇനി പ്രിൻ്റഡ് ആയിട്ടുള്ള ലൈസൻസുകൾ എടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലുള്ള അവരുടെ കരാറാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇനി പ്രിൻ്റ് രൂപത്തിൽ 3 വിഭാഗം ആൾക്കാർക്ക് മാത്രമേ പ്രിൻ്റഡ് രൂപത്തിലുള്ള ലൈസൻസുകൾ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ഒന്ന്, ഡൊമസ്റ്റിക് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്ക്, അതായത് 20 നമ്പർ വിസയിലുള്ളവർക്ക് ഈ കാർഡ് രൂപത്തിലുള്ള ലൈസൻസ് ലഭ്യമാക്കും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് GCC പൗരന്മാർക്കും ഇത്തരത്തിലുള്ള ലൈസൻസുകൾ ലഭിക്കും. മൂന്നാമത്തെ വിഭാഗം ട്രക്ക് ഡ്രൈവർമാർക്കും ഇത്തരത്തിലുള്ള കാർഡ് രൂപത്തിലുള്ള ലൈസൻസുകൾ ലഭിക്കും. അല്ലാത്തവർക്ക് മൊത്തത്തിൽ ഒരു തരത്തിലുള്ള പ്രിൻ്റഡ് രൂപത്തിലുള്ള ലൈസൻസുകൾ ഇഷ്യൂ ചെയ്യുന്നില്ല. അതിന് പകരം അവരുടെ മൊബൈൽ IDകളിലോ വെബ്സൈറ്റുകളിൽ സഹൽ ആപ്ലിക്കേഷനിൽ അവർക്ക് അവരുടെ ലൈസൻസ് മൊബൈൽ IDയിലൂടെ അത് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. ഈ ലൈസൻസ് എങ്ങനെയാണ് ഇനി അത് അവർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എന്നുള്ള ഏറ്റവും ആൾക്കാർ പല വിധത്തിലുള്ള സംശയങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈസൻസ് ഏതെങ്കിലും തരത്തിൽ അവർ ബ്ലോക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ അവർ വണ്ടി ഓടിക്കത്തക്ക രീതിയിൽ പിടിച്ചുകൊണ്ട് പോവുകയോ സമയത്ത് നമ്മുടെ ഫോണിൽ ആ നിലവിലുള്ള ഗ്രീൻ ആയിട്ടുള്ള ലൈസൻസ് പെട്ടെന്ന് റെഡിലേക്ക് മാറും. ഈ റെഡിലേക്ക് മാറുന്ന സമയത്താണ് നമ്മൾ നിലവിൽ ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കുന്ന ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് റെഡ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ ലൈസൻസ് ഇല്ലാത്ത പോലെ വണ്ടി ഓടിക്കുന്ന തരത്തിൽ അവർ ഫൈനുകൾ സാധാരണഗതിയിൽ ഉള്ളതുപോലെയുള്ള നിയമമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ലൈസൻസുകൾ എന്തെങ്കിലും തരത്തിൽ അപ്ഡേഷൻ ഒരു മേളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ മൊബൈൽ IDയുടെ മുകളിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇതുണ്ട്, റീഫ്രഷ്മെൻറ്റ് ബട്ടൺ. ആ ബട്ടണിൽ പോയി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അപ്ഡേഷൻ അനുസരിച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസുകൾക്ക് ഇതുണ്ടെങ്കിൽ ആ ഒരു ബട്ടൺ നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈസൻസുകൾ റെഡായി മാറുവാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ മിനിസ്ട്രിയുടെ ഇതുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ബന്ധപ്പെട്ട സാഹചര്യത്തിലേക്ക് നമ്മൾ ഉടനെ മാറണം. അതല്ലാതെ അവർ ഇപ്പം നമ്മൾ ലൈസൻസ് പരിശോധനയ്ക്ക് വിധിയാകുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് റിഫ്രഷ് ബട്ടണിലേക്കാണ് അവർ പോകുന്നത്. പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാഫിക് പോലീസ് എന്തെങ്കിലും കാര്യത്തിന് നമ്മളെ പിടിക്കുകയാണെങ്കിൽ അവർ റിഫ്രഷ് ബട്ടണിലേക്കാണ് പെട്ടെന്ന് എത്തുന്നത്. അപ്പം റിഫ്രഷ് ബട്ടണിൽ എത്തി ആ ലൈസൻസിന് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രീനിൽ തന്നെയാണോ നമ്മൾ ഉറപ്പ് വരുത്തണം. ഇടയ്ക്ക് ഏതെങ്കിലും സമയത്ത് ഫൈൻ വരാം, പിന്നെ നമ്മൾ റെഡ് സിഗ്നൽ കട്ട് ചെയ്യാം, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ അതിരിക്കും റിഫ്രഷ് ബട്ടൺ ചെയ്യാതെ. അതുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരികയാണ്. റിഫ്രഷ് ബട്ടണിൽ പോയി ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഏതെങ്കിലും തരത്തിൽ റെഡിലേക്ക് നമ്മൾ അറിയാതെ പോകുമ്പോൾ നമ്മൾ പിടിച്ചതിന് ശേഷം നമ്മൾ റെഡ് ബട്ടണിലേക്കാണ് പിന്നെ അവരുടെ ശ്രദ്ധയിലാണ് ഇത് വരുന്നതെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ദഫ്തറും ഞാൻ ഇന്നലെ പോയപ്പോൾ എനിക്ക് പ്രിൻ്റ് കിട്ടിയില്ല. അതിൻ്റെ എന്താണ്? ഈ വണ്ടിയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഏറ്റവും പുതിയ അപ്ഡേഷൻ പറയുന്നത്, ഒരാൾക്ക് വണ്ടിയുടെ രജിസ്ട്രേഷൻ മീൻസ് ദഫ്തർ പുതുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ www.bima.gov.kw എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പോർട്ടലിൽ കയറി 20 ദിനാറിൻ്റെ ഇൻഷുറൻസ് എടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഇൻഷുറൻസിൻ്റെ കോപ്പിയുമായിട്ട് അതല്ലെങ്കിൽ ഫോണിലുള്ള ക്യാപ്ചർ ചെയ്തിട്ട് വണ്ടി ടെക്നീഷ്യൻ സംബന്ധിച്ചിട്ടുള്ള 3 ഏതാണ്ട് ഗവർണറേറ്റിൽ പോയി വണ്ടി പാസ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം പാസ് ചെയ്ത് ഫിറ്റായതിനു ശേഷം അവരുടെ സഹൽ ആപ്ലിക്കേഷനിലൂടെ ഇത് അവർക്ക് റിന്യൂ ചെയ്യുകയും ആ സ്റ്റാമ്പും ഉൾപ്പെടെ അതിൻ്റെ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് തന്നെ അവരുടെ വണ്ടിയുടെ രജിസ്റ്ററായി കിട്ടുകയും റിന്യൂ ആയി കിട്ടിയതിന് ശേഷം അവർക്ക് ആ വെബ്സൈറ്റിലൂടെ തന്നെ അവർക്ക് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് അവരുടെ വണ്ടിക്കകത്ത് വെക്കുകയും ചെയ്യാം. മൾട്ടി കളർ രൂപത്തിലുള്ള പ്രിൻ്റഡ് തന്നെയാണ്. മൊബൈൽ IDയിലൂടെയും അതുണ്ടാകും, സഹലിലൂടെയും അത് നമുക്ക് ലഭ്യമാണ്. ഇത്രയാണ് പറയാനുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.